വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. വളരെ പ്രധാനമാണ്. ഇതിൽ ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളൊക്കെ പറയും. അതിനുശേഷം ആർട്ടിക്കിളുകൾ വേറെ നമ്മൾ ആർട്ടിക്കിൾസും അമെൻമെന്റ്സും നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. മൗലിക അവകാശങ്ങൾ എന്താണ്? മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 12 മുതൽ 35 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. മൗലിക അവകാശം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യയുടെ പില്ലേഴ്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പാർട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 3 ആണ്. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 3 ആണ്. അല്ലെങ്കിൽ വേറെ പാർട്ട് എന്നുള്ള രീതിയിലല്ല മൗലികാവകാശം, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഓപ്ഷൻ വരണേന്ന് വിചാരിക്കുക. നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ മൗലികാവകാശം പറയും. അപ്പൊ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിളിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. എന്നാൽ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പറയണേ. അങ്ങനെ ക്ലിയർ ആയില്ലോ? അപ്പൊ മൗലികാവകാശങ്ങൾ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പറയുന്നു. മൗലികാവകാശം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്നും ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന പേരിൽ അറിയപ്പെടുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ പാർട്ട് 3 ആണെന്നും പറയും. ഇത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. നെക്സ്റ്റ് വൺ, മൗലിക അവകാശം എന്ന് പറയുന്ന പ്രമേയം ആദ്യമായി പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശം എന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം INC കോൺഫറൻസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. ഇനി ആ പ്രമേയം എഴുതി തയ്യാറാക്കിയത്, ഈ പ്രമേയം ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് നെഹ്റുവും അതിന്റെ അധ്യക്ഷൻ INCയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലുമായിരുന്നു. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. നെക്സ്റ്റ് വൺ, പ്രമേയം എഴുതി തയ്യാറാക്കിയ വ്യക്തി, ഈ കോൺഫറൻസിലെ പ്രമേയം എഴുതി തയ്യാറാക്കിയ വ്യക്തി ജവഹർലാൽ നെഹ്റു. ആ കോൺഫറൻസിന്റെ അധ്യക്ഷൻ 31 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ് വൺ, ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശം എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1927 മദ്രാസ് INC. 1927 മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച് ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ആ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി. 1927 മദ്രാസ് INCയുടെ അധ്യക്ഷൻ MA അൻസാരി. ആരാണ്? MA അൻസാരി. നെക്സ്റ്റ് വൺ, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 5 റിട്ടും പറയുണ്ടായി. അപ്പൊ അത് പഠിക്കുക, അത് ഓർത്തു വെക്കുക, അതൊന്ന് നോക്കുക കേട്ടോ. അപ്പൊ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകള് റിട്ടുകളുമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക
അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ മൗലിക അവകാശങ്ങളും ഒരു പൗരന് കിട്ടില്ല എങ്കിൽ കൂടി ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 തുടങ്ങിയവ എന്നീ 2 മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് തൊടാൻ സാധിക്കില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് പോലും മാറ്റം വരുത്താൻ പറ്റാത്ത 2 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച്, ഇന്ത്യൻ ഭരണഘടനയിലെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആണ്. ഏതാണ്? പാർട്ട് 3 ആണ്. നെക്സ്റ്റ് വൺ, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആ മൗലിക അവകാശം എന്ന് പറയുന്ന പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത്, INC സമ്മേളനത്തിന് വേണ്ടിയിട്ട് പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു, ആ പ്രമേയത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലുമാണ്. ഈ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നമ്മൾ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് MA അൻസാരി. ആരാണ്? MA അൻസാരി. നെക്സ്റ്റ് വൺ, ഈ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. മൗലിക അവകാശങ്ങൾക്ക് അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നോക്കൂ, അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എടുത്തു കളയാൻ സാധിക്കാത്ത ചില മൗലിക അവകാശങ്ങളുണ്ട്. സാധാരണ രീതിയിൽ മൗലിക അവകാശങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ചില നിയന്ത്രണം ഏർപ്പെടുത്തും. എന്നാൽ ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 തുടങ്ങിയ മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? ഇത്രയും. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് പഠിക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. നിലവിൽ എത്രയാണ്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന്, സമത്വത്തിനുള്ള അവകാശം. എന്താണ്? സമത്വത്തിനുള്ള അവകാശം. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. എന്താണ്? ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. 4, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏത് മതത്തിൽ ജീവിക്കാനും ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾക്ക് പങ്കെടുക്കാനും ഒക്കെയുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എന്താണ്? എഡ്യൂക്കേഷൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6ാമത്തേത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇനി ഇതൊക്കെ ഏതൊക്കെ ആർട്ടിക്കിളിലാണ് പഠിക്കുന്നതാണ്? സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള കാര്യങ്ങളെ കുറിച്ച്, സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പറയുന്നു. സ്വാതന്ത്ര്യത്തിനുള്ളത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പറയുന്നു. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24 പറയുന്നു. ചൂഷണത്തിനെതിരെയുള്ളത് ആർട്ടിക്കിൾ 23, 24 പറയുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നു. അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29, 30 പറയുന്നു. 29ലും 30ലും. ഇനി ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ പറയുന്നു. നമ്മൾ ഈ ഓരോ ആർട്ടിക്കിൾ
പകരം ഇങ്ങനെയും പഠിച്ചു വെക്കണം, കാരണം ഇങ്ങനെയും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ ഇത് പ്രധാനമാണ്. ഇനി കൂടാതെ ഞാൻ എന്ത് ആർട്ടിക്കിൾ 14, 15 അങ്ങനെ ഓരോന്നും ഈ 14 മുതൽ 35 വരെ എല്ലാം കാണാപ്പാഠം പഠിക്കണം എന്നല്ല, അതിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ആർട്ടിക്കിളുകൾ ഉണ്ട്. അത് ആർട്ടിക്കിൾ 1 തൊട്ട് ഏറ്റവും അവസാനം വരെയുള്ള ആർട്ടിക്കിളുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. ആർട്ടിക്കിൾസും അമെൻമെന്റ്സും എടുക്കുക നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാനേ വേണം. ഇതിന്റെ കൂടെ അത് കൂട്ടിച്ചേർത്ത് ആകെ കൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയാതിരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മളൊരു ആർട്ടിക്കിൾ 31 ഇവിടെ പറഞ്ഞിട്ടില്ല. നോക്കൂ, ആ ആർട്ടിക്കിൾ 31 സ്വത്തവകാശം എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഉണ്ടായിരുന്നു. സ്വത്തവകാശം, അങ്ങനെയാണ് 7 അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാല് നമ്മുടെ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കെ നീലം സഞ്ജീവ് റെഡ്ഡി പ്രസിഡന്റ് ആയിരുന്ന ആ സമയത്ത് 1978 ഒരു 44ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ വരുത്തി. ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ 12ാമത്തെ ഭാഗത്ത് അതായത് പാർട്ട് 12 നമ്മൾ സ്വത്തവകാശത്തെ ആഡ് ചെയ്തു. പാർട്ട് 12 ആർട്ടിക്കിൾ 300A അത് കൂട്ടിച്ചേർത്തു. അങ്ങനെ മൗലിക അവകാശം അല്ലാതെയായി ഏത് സ്വത്തവകാശം. അപ്പൊ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറിയ വർഷം 1978. ഏത് ഭേദഗതി? 44ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മുമ്പ് എവിടെയാ ഉണ്ടായിരുന്നത്? ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്നത്. സ്വത്തവകാശം ഇപ്പൊ എവിടെയല്ലേ? ആർട്ടിക്കിൾ 300A ഏത് ഭാഗത്തിലാണ് അതിനെ കൂട്ടിച്ചേർത്തത്? പാർട്ട് 12 സ്വത്തവകാശത്തെ കൂട്ടിച്ചേർത്തത്. ആര് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് സ്വത്തവകാശം മൗലിക അവകാശമായി അല്ലാതെ ആക്കിയ ആ ഒരു അമെൻമെന്റ് നമ്മൾ നടത്തിയത്? ആരായിരുന്നു പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. ആരായിരുന്നു പ്രസിഡന്റ്? നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു പ്രസിഡന്റ്. അമെൻമെന്റിന്റെ നമ്പർ എത്രയാണ്? എത്രാമത്തെ അമെൻമെന്റ് ആണ്? 44ാമത്തെ അമെൻമെന്റ് ആണ്. അപ്പോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായ 7 മൗലിക അവകാശങ്ങളിൽ ഒരു മൗലിക അവകാശമായ സ്വത്തവകാശം 1978 44ാം അമെൻമെന്റ് പ്രകാരം പാർട്ട് 12 ആർട്ടിക്കിൾ 300A നമ്മൾ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ അത് എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ക്ലിയർ ആയല്ലോ? എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഇപ്പോൾ ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റേ ഉള്ളൂ. ഏതൊക്കെ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. സമത്വത്തിനുള്ളത് ആർട്ടിക്കിൾ 14, 18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19, 22, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ 29, 30, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ പറയുന്നു. ഇനി മൗലിക അവകാശം അല്ലാതായി മാറിയത് സ്വത്തവകാശം. 6ാം വർഷം 1978 അമെൻമെന്റ് 44. ഇപ്പോൾ അത് പാർട്ട് 12 ആർട്ടിക്കിൾ 300A. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞേ? ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആ ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പഠിക്കാം? അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിച്ചു, ആമുഖം പഠിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിച്ചു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആർട്ടിക്കിൾസ് പഠിക്കണം, അതുപോലെ തന്നെ കുറച്ച് അമെൻമെന്റ്സും അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പഠിക്കണം. അപ്പം നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ LGS മെയിൻസിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സിലബസ് നമ്മുടെ കഴിയും കേട്ടോ. അപ്പം നമ്മുടെ ഓരോരോ ഭാഗങ്ങൾ തീർന്നു പോവാണ്. കേരള ഫാക്സ് ഏകദേശം തീർത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ നവോത്ഥാനം 1-2 പേരെയും കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കണം. അപ്പോൾ ഏറ്റവും വേഗം നമ്മൾ ക്ലാസ് പോകേണ്ടത് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം. അത് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. പഠിച്ചാൽ മാത്രം, ഞാൻ ക്ലാസ് എടുക്കണതിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഭംഗിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക, നോട്ട് എഴുതി വെക്കുക, വീണ്ടും ക്ലാസ് കേൾക്കണമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ നോട്ട് എഴുതി വെച്ച് നിങ്ങളത് വായിച്ചു നോക്കി പഠിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് അങ്ങോട്ട് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പുള്ള സിലബസ് വേഗം തീർത്ത് വെക്കുക. മാത്സും കൂടെ പഠിക്കുക. അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 20 മാർക്കാണ്. കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്. ഇന്ന് ഞാൻ കറണ്ട് അഫയേഴ്സ് ആദിത്യ L1 എന്ന് പറയുന്ന ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഓരോന്നും നിങ്ങൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി പഠിക്കുക. ഇത്രയും പറയാനുള്ളൂ എനിക്ക്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന
വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.